നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാച്ചോറ് എന്ന് പറയുന്നത് ഒരു പലഹാരമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ്. പണ്ട് വീട്ടിൽ ഉണ്ടാക്കി തന്നിരുന്നതാണ് എനിക്ക് മമ്മി ഇത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ പച്ചരിയാണ് എടുക്കേണ്ടത്. പച്ചരി നല്ലപോലെ കഴുകി ഒരു 20 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. പിന്നെ ഒരു നാളികേരം ആവശ്യമാണ് ചിരകിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി വേവിച്ചെടുക്കാം. ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ്, സാധാരണ മെഷറിംഗ് കപ്പിലാണ് 1.5 കപ്പ് അളന്നിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളമാണ് വേവിക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കാം. അപ്പോൾ ഇതൊരു 4-5 പേർക്ക് കഴിക്കാവുന്ന ഒരു അളവുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തിളവന്ന് തുടങ്ങുമ്പോൾ മൂടി വെച്ചാൽ മതി. അരി മൂടി വെച്ച് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി വരും. അപ്പോൾ മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി അതുപോലെ മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം നമുക്ക് തുറന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുത്ത് അതിൻ്റെ വേവിൻ്റെ പാകം നോക്കി ഒരു 1/4 ഭാഗം വെന്താൽ മതി. അതിലേക്ക് ആ 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് നാളികേരവും ശർക്കര പാനിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് നാളികേരവും ഒരു 4 അച്ച് ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി നാളികേരവും ശർക്കര നീരും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിവിടെ അരി വേവാനുള്ളത് ശർക്കര നീരിൻ്റെ ഇതിൽ വെന്ത് കിട്ടിയോളും. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൊടിയും ഏലക്കായ പൊടിച്ചതും 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇതിൻ്റെ വേവ് നോക്കാം. നമുക്ക് ഇത്തിരി ലൂസായിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ ഷേപ്പാക്കി കട്ടയൊക്കെ ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എടുക്കുന്നൊരു പാകത്തിൽ ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ട പിടിച്ചല്ല, നമുക്ക് സ്പൂൺ വെച്ച് കോരി കഴിക്കാവുന്നൊരു പാകത്തിലാവുമ്പോൾ നമുക്കിത് നിർത്താം. അപ്പോൾ എനിക്ക് ഈ ഒരു പാകത്തിൽ കഴിക്കാനാണ് ഇഷ്ടം. നല്ല രുചിയുള്ള പലഹാരമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും. അധികാരം അറിയപ്പെടാത്തൊരു പലഹാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെ പണ്ട് കഴിച്ചിട്ട് ഇപ്പോഴാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു പലഹാരത്തെ പറ്റി എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻസിൽ പറയണം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.